ഞാൻ എൻ്റെ കൂട്ടുകാരന്റെ സൈക്കിളിൽ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് വലിയൊരു കാളയാ കാണുന്നത്. ഇവൻ വണ്ടിയുടെ പിന്നെ ബാലൻസ് തെറ്റി നേരെ കാളയ്ക്ക് കൊണ്ടങ്ങ് ഇടിച്ചു. കാളയ്ക്ക് ഇടിച്ചത് ഇവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു ഓടി. കാള എന്റെ നേരെ തിരിഞ്ഞ് കേവലം 7-8 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ കാള വളരെയേറെ, അതോടുകൂടി എന്റെ ബോധം പോയി. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് പണിക്കർ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് പണിക്കർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവദാസൻ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ കാസർഗോഡാണ് ഉള്ളത്. കാസർഗോഡാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളാണുള്ളത്. കാസർഗോഡ് AG ചർച്ചിലാണ് ഞാൻ ശുശ്രൂഷനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവറുകൾ അരോമ TV ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാന്യ ശ്രേഷ്ഠ ദൈവമക്കൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. കാസർഗോഡ് ചെർക്കള AG ചർച്ചിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ പേര് ജോർജ് പണിക്കർ എന്നാണ്. എനിക്ക് 3 മക്കൾ, ഭാര്യ റേച്ചൽ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ്. സ്തോത്രം. എൻ്റെ ജനനം കൊല്ലം കുണ്ട്രയിലാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവിന്റെ പേര് ഗീവർഗീസ് പണിക്കർ, മാതാവിന്റെ പേര് കുഞ്ഞാമ്മ. എനിക്ക് 4 സഹോദരങ്ങൾ, ഞങ്ങൾ 5 മക്കളാണ്. മൂത്ത ജ്യേഷ്ഠന്റെ പേര് കോശി പണിക്കർ, രണ്ടാമത്തെ ആളുടെ പേര് ജോൺ പണിക്കർ, മൂന്നാമത്തെ ആളുടെ പേര് സാമുവൽ പണിക്കർ, പിന്നെ ഞാനും, പിന്നെ എനിക്കൊരു സഹോദരി ഉണ്ട്, മേഴ്സി എന്നാണ് പേര്. സ്തോത്രം. ഞങ്ങള് 5 പേരാണ് മാതാപിതാക്കൾക്കുള്ളത്. ഞാൻ മാർത്തോമ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. 1999 വിദേശത്ത് വെച്ച്, അബുദാബിയിൽ വെച്ച് കർത്താവിന്റെ ജനനത്തിൽ കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. എൻ്റെ ചേട്ടൻ സാമുവൽ പണിക്കറാണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നത്. 1999 ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്. സ്തോത്രം. എൻ്റെ ബാല്യകാലത്തെ ഓർമ്മകളിലേക്ക് ഒന്ന് പോകുമ്പോൾ 1978 ഞങ്ങൾ എൻ്റെ മാതാപിതാക്കള്, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും കൂടി കൊല്ലം കുണ്ട്രയിൽ നിന്നും ട്രെയിൻ കയറി കാസർഗോഡേക്ക് വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കാസർഗോഡ് എൻ്റെ അച്ഛൻ്റെ ഇളയ സഹോദരൻ താമസം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൊല്ലം കുണ്ട്രയിൽ നിന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് ഞങ്ങള് കാസർഗോഡേക്ക് വരാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. കേവലം എനിക്ക് അന്നേരം 6 വയസ്സ് മാത്രമാണ് പ്രായം. 6, 7 ഇതാണ് എൻ്റെ പ്രായം എന്ന് പറയുന്നത്. സ്തോത്രം. ആ ട്രെയിൻ യാത്രയിൽ തന്നെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ മാറി
വേറെ കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. സ്തോത്രം. എനിക്ക് സ്ഥലത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കൂടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന അവർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് കുട്ടി, എവിടെയാണ് ഇറങ്ങേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, കാസർഗോഡാണ് ഇറങ്ങേണ്ടത്. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, കാസർഗോഡ് ഇതാണ് കാസർഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചാടി ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എന്റെ മാതാപിതാക്കൾ എന്നെ കാണാതെ ഒരു പ്രയാസപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. വണ്ടി നീങ്ങാനുള്ളതായ ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ദൈവമാണ് ആ വ്യക്തിയോട് ഇങ്ങനെ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിപ്പാൽ ദൈവമാണ് ആ വ്യക്തിയോട് തോന്നിപ്പിച്ചത്. ഇല്ലെങ്കിൽ എന്റെ ലൈഫ് വേറെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. സ്തോത്രം. ഞങ്ങൾ കാസർഗോഡ് വന്നു. കാസർഗോഡ് ഞങ്ങള് ഇവിടെ താമസമായി. എന്റെ മാതാപിതാക്കൾ, സ്തോത്രം, എന്റെ മാതാവാണ് സത്യത്തിൽ ഞങ്ങളെ വളർത്തിയത്. നാട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ അണ്ടിയാപ്പീസിലും അതുപോലെ ഈ തൊണ്ട് അത് തല്ലി അതിന്റെ ചകിരിച്ചോറ് കളഞ്ഞ് ചകിരി നാരാക്കി കയറുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അങ്ങനെ ജോലി ചെയ്ത് വന്നു. അതില്ലാത്ത സമയത്ത് അമ്മ കൊയ്ത്തിനും അതുപോലെ മറ്റ് കൃഷിപ്പണിക്കെല്ലാം പോയി അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ 5 മക്കളെ വളർത്തി വന്നത്. എൻ്റെ അച്ഛൻ ഒരു ആരോഗ്യം വളരെ കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ ജോലി ചെയ്യാനുള്ളതായ വലിയ ഇതൊന്നുമില്ല. എങ്കിലും ചെറിയ ചായ കച്ചവടമൊക്കെ നടത്തി വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. സ്തോത്രം. ഞങ്ങള് ഈ കാസർഗോഡ് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, എന്റെ ഉപ്പാപ്പൻ ഇവിടെ ഉണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കാസർഗോഡേക്ക് വരാൻ ഇടയായി തീർന്നത്. സ്തോത്രം. കാസർഗോഡ് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ പിതാവ് മാതാവ് ഞങ്ങളെ വളർത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഈ കർത്താവിന്റെ വേലയെ സ്നേഹിക്കുവാനും അതുപോലെ സ്തോത്രം, ഈ ഇതിനുള്ള പ്രധാന കാരണം, ഈ കർത്താവിനെ അറിയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഓരോ ചിന്തകളായിരുന്നു. എന്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും വളരെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. വളരെ സ്നേഹത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ അതുപോലെ സഹോദരങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കും. വഴക്കെന്ന് പറഞ്ഞാൽ ചില്ലറ വഴക്കൊന്നുമല്ല. പിന്നെ മാതാവ് ആര്, പിതാവ് ആര്, സഹോദരങ്ങൾ ആര് ഒന്നും അറിയാത്ത രീതിയിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട രീതിയിൽ ഭയങ്കര ചീത്തവിളിയും അടിയും നാട്ടുകാരൊക്കെ വരികയും ഭയങ്കര നിലവിളിയും ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. ഇത് വളരെയേറെ വളരെയേറെ ദുഃഖവും പ്രയാസവും നേരിടുന്നതായ ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് ഇത് വളരെ ചിന്തയാണ്. ഞാനാണ് 4ാമത്തെ ആള്. ഞാനാണ്. എനിക്കുള്ളതാണ് ഒരു പെങ്ങൾ തീരെ ചെറുതാണ്. അപ്പൊ എന്നെ വളരെ ദുഃഖിപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് എന്റെ സഹോദരങ്ങൾ ഇങ്ങനെ വഴക്കും അടിയൊക്കെ ഉണ്ടാക്കുന്നത്? സ്തോത്രം. അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയത്തില്ലേ? എന്റെ ചിന്ത അങ്ങനെയായിരുന്നു. സ്തോത്രം. അത് 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ വഴക്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നല്ല ഫ്രണ്ട്സാ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൊടുക്കുന്നു, വാങ്ങുന്നു, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. എല്ലാം നല്ല ഇതാ. അപ്പം ഒരു 2-3 മണിക്കൂർ മാത്രമാണ് ഈ ഒരു പ്രശ്നം എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള. അങ്ങനെ ഒരു രാവിലെ ബൈബിൾ പറഞ്ഞതുപോലെ വൈകുന്നേരം വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അപ്പം തന്നെ അത് തീർന്നു. പക്ഷേ ആ ചുരുങ്ങിയ ഘട്ടത്തിനുള്ളിൽ നിന്ന് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. നാട്ടുകാരൊക്കെ വരികയും പിടിച്ചു മാറ്റുകയും അതുപോലെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് എന്നെ വളരെയേറെ ഫീൽ ചെയ്തു. സ്തോത്രം. എനിക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടായി. ഇത് എന്ത്, ഒരു നല്ല ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, തിരുവോണമാണല്ലോ. അന്നൊക്കെ നമ്മളെ മാർത്തോമ വിശ്വാസം നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഓണവും ക്രിസ്മസും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, കൂട്ടുകാരും സൗരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വളരെ പ്രയാസമായിട്ട് ഞാൻ ഒരു 12 മണിയോടുകൂടി, രാവിലെ 12 മണിയോടുകൂടി ബസ് കയറി കാസർഗോഡ് കടപ്പുറത്ത് വന്നു. നട്ടുച്ചയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദൈവമേ, എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം, എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരങ്ങൾ തമ്മിൽ ഒരു സമാധാനമില്ലാത്തത്? മാതാപിതാക്കൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഒരു സമാധാനമില്ലാത്തത്? എപ്പോഴും ഈ അടിയും വഴക്കും വെല്ലുവിളികളും, രാത്രി വളരെ ഭയന്നോട് കിടക്കുന്നത്. സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വഴക്കും അടിയും ഒക്കെയാണ്.
വളരെ ഭയപ്പാടാ. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. വളരെ ഒരു ഭീകരമായ വേദനാജനകമായിരുന്നു എനിക്കത് ഫീൽ ചെയ്തത്. സ്തോത്രം. അപ്പോൾ എൻ്റെ ബാല്യകാലം ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. സ്തോത്രം. ഞാൻ ദൈവത്തോട് വളരെയേറെ ചോദിക്കുമായിരുന്നു, കർത്താവ് എന്തുകൊണ്ട് കർത്താവെ ഈ ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതം, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഇങ്ങനെ ആയിപ്പോകുന്നത് എന്തുകൊണ്ട്, ഞാൻ കർത്താവോട് ചോദിക്കായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വളരെയേറെ ചിന്തിക്കും. സ്തോത്രം. ഈ സമാധാനം വരാൻ ഞാൻ എന്താ കർത്താവെ ചെയ്യേണ്ടത്? എന്റെ സഹോദരങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ ജീവിക്കുവാനും എന്റെ അപ്പനും അമ്മയ്ക്കും, എന്റെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം. അമ്മ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, എല്ലാം കണ്ടും കേട്ടും കരയാൻ മാത്രമാണ് അമ്മയ്ക്ക് അറിയുന്നത്. സ്തോത്രം. അപ്പൊ ഞാന് അമ്മയെ ആശ്വസിപ്പിക്കും, അമ്മ പേടിക്കണ്ട, എല്ലാം ശരിയാവുന്ന അമ്മയെ ആശ്വസിപ്പിക്കും. പണ്ട് എന്റെ അമ്മ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ എന്നെ വളർത്തിയത്, ഞങ്ങളെ വളർത്തിയത് ഇപ്പോഴും നന്നായിട്ട് ഞാൻ ഓർക്കുക. അമ്മ ഈ ചകിരിച്ചോറ് ഈ തൊണ്ട് തല്ലിയും NWS പോകുമ്പോ ഒക്കെ അമ്മന്റെ കയ്യിൽ നിന്ന് വിരലിൽ നിന്നൊക്കെയും ചോരയും പഴുപ്പും ഒക്കെ വന്ന് വളരെ കഷ്ടം അനുഭവിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു ആശ്വാസവും സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നതായിരുന്നു. സ്തോത്രം. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഇതിന് ഒരു പ്രതികാരം, ഒരു പ്രതിവിധി വേണം, ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരണം, എന്റെ വീട്ടിൽ സമാധാനം വരണം. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എന്റെ ഹൃദയത്തിൽ ഒരു മാർത്തോമ ഉപദേശിയാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഒരു പള്ളിയിൽ അച്ഛനൊക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സ്തോത്രം. അതിന്റെ സമാധാനത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. എന്റെ സഹോദരങ്ങളൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഈ സമാധാനത്തിൽ ഇങ്ങനെ മാറി നിൽക്കും. സ്തോത്രം. ഇതായിരുന്നു എൻ്റെ ചെറിയ പ്രായം എന്ന് പറയുന്നത്. സ്തോത്രം. അതുപോലെ എനിക്ക് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഏകദേശം 7-8 വയസ്സ് മുതലേ മരണകരമായ പല പ്രശ്നങ്ങളിൽ കൂടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളതായ ആ രീതിയിൽ മരണകരമായ പല പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. 1978 സംഭവിച്ചതായ ഒരു സംഭവം ഇങ്ങനെയാണ്. 79 നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അന്ന് ഈ കാസർഗോഡ് ടൗൺ എന്ന് പറയുന്നത് ഒരു കുഗ്രാമം പോലെയാണ്. ബിൽഡിംഗ് അവിടെ ഇല്ല. ചെറിയ ഉന്തുവണ്ടികളും അതുപോലെയുള്ള ചെറിയ വണ്ടികൾ, ചെറിയ കടകളും ഒക്കെ ഉള്ളൂ. വേറൊന്നുമില്ല. വലിയ വലിയ ആൽമരങ്ങളും ഒക്കെയാണ് ഉള്ളത്. സൈക്കിള്, ബസ്സേ വളരെ കുറവാ, വാഹനങ്ങൾ വളരെ കുറവാ. വളരെ വിജനമായ രീതിയാണ് ഈ കാസർഗോഡ് ടൗണിന്റെ അവസ്ഥ തന്നെ. അപ്പോൾ അവിടെ ഈ പശുക്കള്, അതുപോലെ ഈ കാളകള്, ആടുമാടുകളെല്ലാം ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടക്കും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ അവന്റെ സൈക്കിളിൽ ഞാൻ യാത്ര ചെയ്ത് വരികയായിരുന്നു. എൻ്റെ വീട്ടില് അടുത്തൊരു ആന്റിക്ക് ഇച്ചിരി മണ്ണെണ്ണ വേണമെന്ന് പറഞ്ഞു. അപ്പൊ റോയി നീ പോയി മണ്ണെണ്ണ, എന്നെ വീട്ടിൽ റോയി എന്നാണ് വിളിക്കുന്നത്, റോയി നീ പോയി ഇച്ചിരി മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരന്റെ സൈക്കിളില് ബാക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോ ഞാൻ കാണുന്നത് വലിയൊരു കാളയാ കാണുന്നത്. ഇവൻ വണ്ടിയുടെ പിന്നെ ബാലൻസ് തെറ്റി നേരെ കാളയ്ക്ക് ഉണ്ടെങ്കിൽ ഇടിച്ചു. കാളയ്ക്ക് ഇടിച്ചത് ഇവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു ഓടി. കാള എന്റെ നേരെ തിരിഞ്ഞ്, കേവലം 7-8 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ കാള വളരെയേറെ, അതോടുകൂടി എന്റെ ബോധം പോയി. കാള ചവിട്ടി തൂത്ത് കൊമ്പിൽ കോർത്ത് എന്തൊക്കെയോ എന്നെ ചെയ്യാൻ പറ്റുന്നൊക്കെ എന്റെ ബോധം പോയോണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. 2 ദിവസം കഴിഞ്ഞ് ബോധം വരുമ്പോ മംഗലാപുരം വെൻലോം ഹോസ്പിറ്റലിലാണ്, ഞാൻ മെഡിക്കൽ കോളേജ് വെൻലോമിലാണ് കിടക്കുന്നത്. സ്തോത്രം. എല്ലാരും പറഞ്ഞു ഒരിക്കലും നിന്നെ കിട്ടുമെന്ന് കരുതല്ല. കാരണം ഒരു കേവലം 7-8 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ, ഒരു പടുകൂറ്റൻ കാള, അതാണ് വലിയ വലിയ ആരോഗ്യമുള്ള കാളകളാ. അപ്പൊ ഇതിന്റെ മുമ്പിൽ കിട്ടിയെങ്കിൽ വേറൊന്നും കിട്ടത്തില്ലല്ലോ. പക്ഷെ ദൈവത്തിന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെടാൻ ഇടയായി തീർന്നു. സ്തോത്രം. സ്തോത്രം. അതുപോലെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാനിങ്ങനെ ചെറിയ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ, ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ പണിയെടുപ്പിച്ചു. അങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മുകളിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്ന ആ വീട് തൊട്ട് അടുത്തുകൂടെ തന്നെ വീടുകൾ തമ്മിൽ വേർതിരിക്കുന്ന മതില്, ചെങ്കല്ല് കൊണ്ടുള്ള മതില്, അതിൽ കുപ്പിച്ചില്ലുകളൊക്കെ ഇങ്ങനെ ചേർന്ന് നിർത്തിയിട്ടുണ്ട്, ആൾക്കാർ മതിൽ ചാടി കിടക്കാതിരിക്കാൻ. ഞാനിങ്ങനെ ഏണി കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏണി തെന്നി ബാലൻസ് നഷ്ടപ്പെട്ട് താഴോട്ട് വീഴുക.
അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് കറണ്ട് ലൈൻ പാസ് ചെയ്യാം. മാത്രമല്ല ഈ വീടിന്റെ ചേർന്നാണ് അടുത്ത വീട്. ഒരു ജസ്റ്റ് ഒരു 5-6 അടി മാത്രമേ പിന്നെ അടുത്ത വീടും ഈ നമ്മളെ പിന്നെ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ എന്റെ മുകളിൽ കയറി ഞാൻ ചിന്തിച്ചു, ആ ഏണി ചരിയുമ്പോഴേ ഞാൻ നോക്കി, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ താഴെ വീണ് കഴിഞ്ഞാൽ പകുതി ഭാഗം അപ്പുറത്തെ വീട്ടിലും കിടക്കും, പകുതി ഭാഗം ഇപ്പുറത്തെ വീട്ടിലും കിടക്കും. അത് ആദ്യം കറണ്ട് ലൈൻ തട്ടിയിട്ട് വേണം. അപ്പം കറണ്ട് ലൈനിലും തട്ടി ഷോക്കും അടിക്കും, താഴെ എന്തായിരുന്നാലും ഇനി ജീവിതം ഇല്ല. അവിടെ ഇരുന്ന് ചിന്തിച്ച് അവിടെ ഇരുന്ന് തന്നെ ബോധം പോയി. പിന്നീട് എപ്പോഴോ ആണ് ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ ബോധം തെളിഞ്ഞു കിടക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ 22 കോലോളം 22 കോലോളം താഴ്ചയുള്ള കിണറ്റിൽ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് വീണു. കിണറ്റിന്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാനും ചേറെല്ലാം കോരി മുകളിലോട്ട് വരുമ്പോൾ ബോധം കിട്ടി താഴോട്ട് വീഴുക. ഇങ്ങനെ മരണകരമായ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ച് ഞാൻ ഇന്നലത്തെ പോലെ ഇന്ന് ഓർക്കുക. എന്റെ കർത്താവിന് എന്നെ കുറിച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരണകരമായ വിഷയങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, ഈ എന്റെ ജീവിതത്തിൽ വേറെ ഒരു വഴിത്തിരിവായിരുന്നു. സ്തോത്രം. ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരാനുള്ള ഒന്നാമത്തെ കാരണം, അതിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്, അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ 1997 ഞാൻ വിദേശത്ത് പോകാനിടയായി തീർന്നു. UAE അബുദാബിയിൽ. അവിടെ പല കമ്പനികളിലും മാറി മാറി പണികൾ ചെയ്തു. അവസാനം 98-ൽ 99-ൽ 97, 98, 99 സമയങ്ങളിൽ ഞാനൊരു ക്ലിനിക്കിൽ എനിക്ക് ജോലി ലഭിച്ചു. ആ ക്ലിനിക്കിൽ ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ട് ഞാൻ ജോലി ചെയ്യുക. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അന്നും ഉണ്ട്. എന്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, എന്റെ സഹോദരങ്ങൾ തമ്മിലുള്ളതായ വഴക്കും കാര്യങ്ങളും, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണം. ഞാൻ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സ്തോത്രം. ആ സമയങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞല്ലോ, 99-ലാണ് ഞാൻ ഈ ആദ്യമായി പെന്തിക്കോസ്ത് ആരാധനയ്ക്ക് പോകുന്നത്. പെന്തിക്കോസ്ത് ആരാധനയ്ക്ക് പോകുന്ന മുമ്പ് ഞാൻ മാർത്തോമ ചർച്ചിലും അതുപോലെ RC ചർച്ചിലൊക്കെ വളരെ ആക്റ്റീവായി ജീസസ് യൂത്ത് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് വളരെ ചേർന്ന് ഞാൻ എന്റെ ജ്യേഷ്ഠൻ സാമുവേൽ പണിക്കർ, എനിക്ക് അദ്ദേഹമാണ്, സാമുവേൽ പണിക്കരാണ് ഇത് ഈ അരോമ TVയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദൈവദാസന്റെ അദ്ദേഹത്തിന്റെ വചനം കേട്ട് വാക്കുകൾ കേട്ട് അദ്ദേഹം പെന്തിക്കോസ്തിന്റെ ആരാധനകൾക്ക് പോകാൻ ഇടയായിരുന്നു. അദ്ദേഹം എന്നെയും വിളിച്ചോണ്ട് പോയി. എനിക്ക് മാർത്തോമ വിടാൻ ഒട്ടും താല്പര്യമില്ല. കാരണം മാർത്തോമ നല്ലതാണ്, ഞാൻ കാണുന്നതൊക്കെ, സ്തോത്രം. പക്ഷെ പെന്തിക്കോസ്ത് ചർച്ചിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആരാധന, ഗൾഫിലുള്ള ആരാധന എന്ന് പറഞ്ഞാല് വളരെ പവർഫുള്ളും വളരെ അനുഭവമുള്ളതായ ആരാധനയാണ് ഈ അവിടുത്തെ ആരാധന എന്ന് പറയുന്നത്, ഗൾഫിലെ ആരാധനകൾ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നവർക്ക് ആയതുകൊണ്ട് അവിടുത്തെ ആരാധനകളും പ്രാർത്ഥനകൾക്കൊക്കെയും വലിയ ശക്തിയും വലിയ ആശ്വാസവും വലിയ സമാധാനവും അവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. അപ്പൊ ഞാൻ 1-2 പ്രാവശ്യം പോയപ്പോ ഞാൻ ദൈവത്തോട് വെച്ച്, കർത്താവെ, എനിക്ക് മാർത്തം വിടാൻ ആഗ്രഹമില്ല, പക്ഷെ ഈ പെന്തിക്കോസ്ത് ആരാധനയിൽ പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ കർത്താവ് തന്നെ എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞ് കർത്താവോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പറയുന്നു, ഞാൻ ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കർത്താവുമായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. സ്തോത്രം. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഞാൻ മാർത്തോമ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് കാസർഗോഡ് ഈ പുലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂമി ചതുപ്പ് പോലെയായി ഞാൻ നിലത്ത് നിന്ന് താഴോട്ട് താഴുന്നതായിട്ട് ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ നിലവിളിക്കുക, അയ്യോ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഞാൻ കേൾക്കുക, നീ ഇനി മേലിൽ ഇവിടെ വരരുത്. വചനം പഠിച്ചിട്ടോ മറ്റുള്ളവർ പറഞ്ഞിട്ടോ ഒന്നുമല്ല, ഈ ദർശനം ഞാൻ കണ്ടു. ഇനി നീ ഇവിടെ കടന്നു വരാൻ പാടില്ല. ഞാൻ കർത്താവോട് ചാടി എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഇനി ഞാൻ മാർത്തോമ പള്ളി പോകത്തില്ല, ഇനി മുതൽ ഞാൻ ഈ പെന്തിക്കോസ്ത് ആരാധനയ്ക്ക് പോകുന്നു. അതാണ് കർത്താവ് ഇങ്ങനെ ഒരു ദർശനം കാണിച്ചിട്ടാണ് പിന്നെ വചനം പഠിച്ചും വായിച്ചും മറ്റുള്ളവർ പറഞ്ഞും കേട്ടിട്ടാണ് പിന്നെ സ്നാനപ്പെടാനൊക്കെ ഇടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
സ്തോത്രം. കർത്താവ് ഈ ക്ലിനിക്കിൽ വെച്ചിട്ട് നന്നായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ ആദ്യം താമസിച്ചത് ഈ ബാച്ചിലേഴ്സ് താമസിക്കുന്നതായ ഒരു റൂമിലാണ്. 4-5 പേര് ആ റൂമിലുണ്ട്. അതിൽ മദ്യപിക്കുന്നവരുണ്ട്, പലവിധ സ്വഭാവമുള്ളവരുണ്ട്, മോശമായി സംസാരിക്കുന്നവരുണ്ട്. അവരൊക്കെ നല്ല സ്നേഹമുള്ളവരാ. പക്ഷെ അവര് ലോകപരമായി സംസാരിക്കുകയും മദ്യപിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. എനിക്കിതൊന്ന് മാറണം. അവരെല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ആവുമ്പോൾ ഞാൻ 14 നില 14 25ഓളം നിലയുള്ള വലിയ ബിൽഡിംഗ്, മെർമെയ്ഡ് എന്ന് പറയും ഇവിടെ അബുദാബിയിൽ മെർമെയ്ഡ്. ആ ബിൽഡിങ്ങിന്റെ 14ാമത്തെ നിലയിൽ ഞാൻ താമസിക്കുന്നത്. അവിടെ ബാൽക്കണിയിൽ വന്ന് ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മണിക്കൂറുകളെ അങ്ങനെ ഇരുന്ന സമയമുണ്ട്. സോ അതിനെ കർത്താവോട് പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങയോട് കൂടെ ഇരിക്കണം, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, എനിക്ക് അങ്ങയെക്കുറിച്ച് അറിയണം എന്ന് ഞാൻ കർത്താവോട് പറഞ്ഞു. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം ദൈവം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ഡോക്ടർ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഇറാനിയാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ഫ്രണ്ട്ഷിപ്പാണ്. അത് ഒരു ഒരു ബോസ് എന്ന രീതിയിലല്ല, മറിച്ച് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങളുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഡോക്ടർ ഞാൻ റൂമിലേക്ക് പോകുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാനും എനിക്ക് വായിക്കാനും എനിക്ക് ഏകാഗ്രമായിട്ട് ഇരിക്കാനും എനിക്ക് ഇവിടെ സൗകര്യം തരണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ, ഈ റൂമിൽ എനിക്ക് ഒരു റൂം അവിടെ തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതെന്റെ ജീവിതം വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ മണിക്കൂറുകളോളം ദൈവത്തിന്റെ പ്രാർത്ഥനയും വചനവും വേറൊന്നുമില്ല. ഇത്രയും ജോലി രാവിലെ 6 മണിക്ക് ജോലിക്ക് കയറിഞ്ഞാൽ 5:30 മണിക്ക് ജോലി കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. 2 ഡോക്ടേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യണം, മറ്റു സ്റ്റെറിലൈസ് ചെയ്യണം. എല്ലാം അവിടുത്തെ നേഴ്സും സ്റ്റാഫും അക്കൗണ്ടന്റും എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം ചെയ്യണം. പണി ചെയ്യുന്നത് രാവിലെ 5:30 മണി 6 മണിക്ക് തുടങ്ങുന്ന പണി തീർന്നത് രാത്രി 9 മണി വരെ. അതിനിടയിൽ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കും. വളരെ വലിയ ദൈവിക അനുഭവങ്ങൾ എനിക്ക് അവിടെ വെച്ച് ലഭിക്കാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഞാൻ മാരീഡ് ആകുന്നതിന് തൊട്ട് മുമ്പ്, മാരീഡ് ആകുന്നത് 2000-ലാണ് മാരീഡ് ആവുന്നത്. മാരീഡ് ആവുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ഞാൻ കത്തെഴുതും, എത്രയും പ്രിയപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരനെ അറിയും, നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ലെറ്ററിൽ എഴുതുന്നല്ലാതെ ഫോണിൽ വിളിക്കുക എന്നൊക്കെ വളരെ അപൂർവമാണ്. ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ ഭയങ്കര പൈസയാ, നമ്മുടെ സാലറിയും വളരെ കുറവാണ്. അതിന് ദൈവത്തോട് പറയുമായിരുന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങൾ കത്തെഴുതി ഒരു ലെറ്റർ ഇങ്ങനെ പകുതി എഴുതി ഞാൻ അവിടെ വെച്ചു. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടന്നു. കാണുന്ന കാഴ്ച ഭയങ്കരമായിട്ടുള്ളതായ ഭൂകമ്പം പോലെ ഭയങ്കരമായ ശബ്ദം, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞ് തകർന്നു വീഴുന്നത് പോലെ അനുഭവങ്ങൾ, എല്ലാം തകർന്നു പോകുന്നതായ ആ ഒരു അനുഭവം, ആ ഒരു വലിയ ശബ്ദവും വലിയൊരു അവസ്ഥയും ഞാൻ കണ്ടു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവ് ഇതെന്തുവാണ്, കർത്താവ് ഇതെന്തുവാണ് ഞാൻ കാണുന്നത്. നിലവിളിച്ചു. സ്തോത്രം. ഞാൻ മുറി അടച്ച് ഒബ്സർവേഷൻ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെ ഒരു ബെഡ് ഉണ്ട്, അവിടെ കിടക്കുന്നത്. അപ്പൊ ഒബ്സർവേഷൻ റൂം നല്ല അടച്ചു കിടക്കുന്നത്. ഈ അടച്ചിട്ട മുറിയുടെ അകത്ത് ഒരാൾ വന്നു. അപ്പൊ ഞാൻ ഈ സ്വപ്നത്തിൽ തന്നെ ഞാൻ ആ ദർശനം കാണുമ്പോൾ ഞാൻ ഇത് മുറി അടച്ചാണല്ലോ ഇട്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെ ഇതിനുള്ളിൽ ആള് വന്നു. അപ്പൊ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും സൗകര്യങ്ങളെ കാണണം, വാ എന്ന് പറഞ്ഞു. ആ ആള് യേശുവാണെന്ന് എനിക്ക് അന്നേരം എൻ്റെ ഹൃദയം, ഇത് യേശുവാണ് എൻ്റെ ഹൃദയത്തിൽ പറയും. അടച്ചിട്ട മുറിയിൽ കൂടെ ആ കർത്താവ് പുറത്തേക്ക് വന്നു. ഞാനും അടച്ചിട്ട മുറിയിൽ കൂടെ പുറത്തേക്ക്. ഇവിടെ അടച്ചിട്ട മുറിയിൽ കൂടെ എനിക്ക് എങ്ങനെയാ പുറത്തേക്ക് വരാൻ കഴിയും? എന്നിട്ട് കർത്താവ് എന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. അവിടെ സിറ്റ് ഔട്ടിൽ, അവിടെ വിസിറ്റേഴ്സ് ഇരിക്കുന്നിടത്ത് കാണിച്ചു, ഇതാണ്ട് നിന്റെ അച്ഛനും അമ്മയും സാധിച്ചു. ഞാൻ അവരെല്ലാം കണ്ട് സംസാരിച്ചു. ഉടനെ അത് അപ്രത്യക്ഷമാണ്. ഞാൻ ഇതൊരു സ്വപ്നമാണ്, ഒരു ദർശനമാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവുമായിട്ട് നല്ലൊരു ഒരു ബന്ധം എനിക്കുണ്ടായി. സ്തോത്രം. വളരെ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കരമായ സന്തോഷം എനിക്കുണ്ടായി. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആ ഡോക്ടർമാരുണ്ട്. കാരണം ഡോക്ടർ കുടുംബജീവിതം തകർന്ന ഒരു വ്യക്തിയാണ്. അഹമ്മദ് കിയാമർ സിംഗിലാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കാനഡയിൽ ഒരു വിവാഹം കഴിഞ്ഞു. കാനഡയിലായിരുന്ന സമയത്ത് ഒരു വിവാഹം കഴിഞ്ഞു. അദ്ദേഹം പഠിച്ചത് മണിപ്പാൽ ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അപ്പം അദ്ദേഹം ഇറാനിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, സ്ത്രീ കല്യാണം കഴിച്ചു. അമേരിക്കയിൽ കല്യാണം കഴിച്ചു.
4 കല്യാണം അദ്ദേഹം മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബജീവിതമൊക്കെ വളരെ തകർന്നതാണ്. അവസാനം ഇറാനിയായ പെൺകുട്ടി ആണ്, ആ സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്. അവരുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വചനം പറഞ്ഞ് ആശ്വസിപ്പിക്കും. സാറേ, ഇതൊന്നും സാരമില്ല, കുഴപ്പമില്ല, ഞാൻ താൽക്കാലികമായി ജീവിതം താൽക്കാലികം, ഉള്ള ലൈഫ് മുഴുവൻ എൻജോയ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കണം സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹമായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമാണ്. അദ്ദേഹം എന്നെ പലയിടത്തും കൊണ്ടുപോകും. ബീച്ചിൽ കൊണ്ടുപോകും, അതുപോലെ പല ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, എനിക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങി തരും. ഒരു എംപ്ലോയിയേക്കാൾ കൂടുതലായിട്ട് നല്ലൊരു സഹോദര തുല്യമോ ഒരു പിതൃതുല്യമോ അദ്ദേഹം എന്നെ സ്നേഹിക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ വളരെ സുഖകരമായിട്ട് എന്നോട് ജീവിച്ചു വന്നു. ഞാൻ എൻ്റെ അവിടെയുള്ള ഒരു അനുഭവം ഞാൻ പറയട്ടെ. സാറ് ഒരിക്കൽ 1 മണിയാകുമ്പം ഇത് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ പിന്നെ ക്ലിനിക്ക് ക്ലോസ് ചെയ്തിട്ട് പിന്നെ തുറക്കും 4 മണിക്ക്. അതേപോലെ ജോർജ്, നീ വാ, നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹം അവിടുത്തെ ടെക്നീഷ്യനാ, ഫിലിപ്പീനിയ. അദ്ദേഹത്തിന്റെ പേര് അലക്സ് എന്നാണ്. അദ്ദേഹത്തെയും കൂട്ടി ഞാനും അലക്സും ഈ ഡോക്ടറും കൂടെ ഇങ്ങനെ പോവുകയാ. ഇങ്ങനെ പോയി ഞങ്ങൾ കോർണിഷ് എത്തി എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് അവിടെ എത്തി. കടപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അത് ജോർജ്, യു ക്യാൻ സ്വിം വിത്ത് മീ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നീന്താന്ന് പറഞ്ഞു. അപ്പം എന്റെ കൂടെയുള്ള അലക്സ് പറഞ്ഞു, ടെക്നീഷ്യൻ പറഞ്ഞു, ജോർജ് ഡോക്ടർ എക്സ്പേർട്ട് ആണ്, യു കനോട്ട് സ്വിം വിത്ത് ഹിം. അദ്ദേഹം വളരെ എക്സ്പേർട്ട് ആണ്, അദ്ദേഹത്തോടൊപ്പം നിനക്ക് നീന്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് നീന്താൻ തുടങ്ങി. ഞാനിവിടെ ഒരുപാട് നീന്തിയിട്ടുള്ള ഓർമ്മകളുണ്ട്. ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും ഇങ്ങനെ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കടലിലാണെങ്കിൽ നീന്താനൊക്കെ പോകും. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവഴിച്ച സമയങ്ങൾ എനിക്ക് അറിയാം. ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ഈ ഞങ്ങൾ 3 പേര് നീന്താൻ തുടങ്ങി. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആ, സ്തോത്രം, ഒരു ദ്വീപ് അവിടെ ഉണ്ടാക്കി. അവിടെ ഒരു എന്തുവാ, അവിടെ ഒരു ലൈറ്റ്നിങ്ങിനുള്ള പരിപാടി, അതായത് എന്തുവാ ഈ മറ്റേ ലൈറ്റ് ഒക്കെ കാണിക്കുന്ന പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അവിടത്തേക്കാണ് ഞങ്ങൾ നീന്തി പോകുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അലക്സ് റിട്ടേൺ വന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനും ഡോക്ടറും ഡയറക്റ്റ് ആ പ്രത്യേക ഒരു ദ്വീപിലേക്ക് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൈയും കാലൊക്കെ തളരാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളം എന്ന് പറഞ്ഞാൽ കര കാണുന്നില്ല. ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ എക്സ്പേർട്ട് ആളാണ് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ കിടന്ന തോട്ടിലൊക്കെ നീന്തി ചെറിയൊരു പരിചയം എനിക്കുള്ളൂ. അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് എന്റെ കൈകാലുകൾ തളർന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ, ഐ കനോട്ട് സ്വിം വിത്ത് യു ബിക്കോസ് ഐ എം ഫെഡ് അപ്പ് ഓൾറെഡി. എന്റെ ജോയിന്റ്സ് ഒക്കെ പെയിൻ ആവാൻ തുടങ്ങി, അതൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെ എടുക്കുന്നു. അപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞു, ജോർജ്, യു ഡോണ്ട് വറി, യു ആർ ഗോഡ് വിത്ത് യു. നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഒന്നും ചെയ്യാനില്ല, അവിടെ ആരുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2-2:30-3 മണിക്ക് സമയം എല്ലാവരും പിന്നെ അന്നേരം പിന്നെ വീടുകളിലും അവിടെ ഇവിടേക്കാണ്. ആരും ആ സ്ഥലത്തില്ല. ഞാനും ഈ ഡോക്ടറും അലക്സും മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ കുറച്ച് ഇനി ഞാൻ ഇങ്ങനെ മലനം കിടന്ന് കുറേ സമയം പ്ലോട്ടിങ് പോലെ ഈ പൊങ്ങുതടി പോലെ മൈൻഡ് കോൺസെൻട്രേറ്റ്. ദൈവമായിട്ട് നല്ലൊരു ബന്ധം എനിക്ക് കർത്താവ് നല്ലൊരു ബലം ഉണ്ടായിരുന്നു, അത് തന്നിരുന്നു. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ഒരു മനസ്സ് എനിക്ക് കർത്താവ് തന്നിരുന്നു. അങ്ങനെ ഞാന് ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങുതടി പോലെ കിടക്കും. അതിങ്ങനെ സമയം കുറേ എടുത്ത് കിടന്നു. കൈയും കാലൊക്കെ റിലീവാം. പിന്നെയും നീന്തി നീന്തി ഞാൻ അങ്ങനെ അവിടത്തേക്ക് വന്നു. അവിടെ നോക്കുമ്പോ ഈ പാറപ്പുറത്ത് ഒരുമാതിരി ഈ കടൽച്ചേന എന്ന് പറയുന്നത് പോലെ റൗണ്ട് പോലെ ഒരു സാധനമുണ്ട്. ഒരു ചെറിയ ബോള് പോലെ, നാരങ്ങ പോലെ ഉണ്ടാവും. നാരങ്ങക്കാൾ വലുതാ, ഒരു ഓറഞ്ച് പോലെ. അതിന്റെ മൊത്തം മുള്ളാണ്. ഈ ഗദ പോലെ മൊത്തം മുള്ളുകളാണ്. അതിങ്ങനെ കടലിൽ പറ്റിയിരിക്കും. ഇങ്ങനെ പാറയിൽ ഇങ്ങനെ കക്കായൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ പറ്റിയിരിക്കും. വലിയ ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ്. വലിയ ഷാർപ്പായിട്ടുള്ള മുള്ള. അത് കാൽ കൊണ്ട് കഴിഞ്ഞാൽ തുളച്ച് കയറും. പിന്നെ രക്തം ഇങ്ങനെ ചെയ്യും. ഞാൻ ആദ്യം ഒന്ന് കാല് വെച്ച് നോക്കി എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന്. എനിക്ക് ഒരിക്കലും ഇനി ലൈഫിലേക്കില്ല എന്നുള്ളതാണ് എന്റെ ലൈഫിൽ. ഇവിടെ തീർന്നു. ഡോക്ടറിനെ ആശ്വസിപ്പിക്കുന്നു, നീ പേടിക്കണ്ട. പക്ഷെ അദ്ദേഹത്തിന് ഡോക്ടർ പേടിയുണ്ടായിരുന്നു. ഞാൻ പോയി ഡോക്ടറെ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാല് പിന്നെ അയാളും ഞാനും കൂടെ ഒരുമിച്ച് വെള്ളത്തിൽ പോകുമല്ലോ എന്നുള്ള പേടി അദ്ദേഹം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. സ്തോത്രം.
അത് പാറപ്പുറത്തെത്തിയപ്പോ ഞാനൊന്ന് നോക്കിയപ്പോ എന്റെ കാലിലെ അത് കയറി, ആ കടൽച്ചാരിയുടെ മുള്ളുകൾ കയറി. അപ്പൊ ഞാൻ ഡോക്ടർ യു പ്ലീസ് സ്റ്റേ ഹിയർ, ഐ വിൽ ഹോൾഡ് ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്ക് നിന്നെ ഒന്ന് പിടിച്ചോട്ടെ. ഏഹ് അപ്പൊ അദ്ദേഹം എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം എന്ത് ചെയ്തു, ഈ അവിടെ ഒരു പാറപ്പുറത്ത്, അതായത് ആ ദ്വീപിന്റെ അടുത്തെത്തി ആ പാറപ്പുറത്ത് അദ്ദേഹം കാലി വെച്ചു. പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ജോർജ്, ഐ കനോട്ട് സ്റ്റേ ഹിയർ ബിക്കോസ് ദാറ്റ് ഡേഞ്ചർസ് ക്രിയേറ്റ് ഹിയർ. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ യു സേവ് യുവർ ലൈഫ്, മൈ ലൈഫ് ഗോഡ് വിൽ സേവ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ രക്ഷിക്കുന്നു പറഞ്ഞു അദ്ദേഹം തിരിച്ചങ്ങ് നീന്താൻ തുടങ്ങി. ഞാനും ദൈവവും മാത്രമായി. ഞാൻ ഈ പറഞ്ഞു കഴിയില്ല, പൂർണ്ണമായി എന്റെ ലൈഫ് അവിടെ തീർന്നു എന്ന് ഞാൻ 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 ചിന്തിച്ച സമയം. അല്പം പോലും ശരിക്കും കൈയും കാലും ഒക്കെ ജോയിന്റ്സ് ഇളകി നീന്താൻ കഴിയുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ആകെ അറിയുന്നത് ഈ മലന്ന് ഇങ്ങനെ കിടക്കുക, വെള്ളത്തിൽ ഒരു പൊങ്ങുതടി പോലെ കിടക്കാനുള്ള ഒരു പ്രാക്ടീസ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉപ്പ് വെള്ളം ആയതുകൊണ്ട് വെള്ളത്തിൽ അങ്ങ് താഴത്തില്ല, വൈകിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ശ്വാസവും ഒക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു ശാന്തമായി അത്രയും സമയം അവിടെ കിടക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കിടന്നു, മെല്ലെ നീന്താൻ തുടങ്ങി. മലന്ന് നീന്തുമ്പോ മുകളിൽ കാണുന്ന സൂര്യൻ മാത്രമാ, കത്തിജ്വലിച്ചിരിക്കുന്ന സൂര്യൻ മാത്രമാ, ഭൂമി വേറൊന്നും കാണുന്നില്ല, ആകാശത്തുള്ളത് മാത്രമേ കാണുന്നു. നീന്തി ഞാൻ ഒരു പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ദ്വീപം കഴിഞ്ഞ് ഉൾക്കടലിലേട്ടോ പിന്നെയും പോയിരിക്കുന്നത്. കമന്ന് നോക്കുന്ന സമയത്ത് അവിടെയുള്ള 46-80 നിലകളുള്ള ഷരോട്ടൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരു കുറ്റി പോലെ മാത്രമേ ഉള്ളൂ. ഇനി എന്റെ ജീവിതത്തിൽ ലൈഫ് ഇല്ല. ഞാൻ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അവിടുന്ന് സ്തോത്രം പറഞ്ഞ് മലനങ്ങ് കടന്നു. മെല്ലെ തിര അടിച്ച് കുറച്ച് ഇങ്ങോട്ട് വന്നു. എനിക്ക് കര ഏകദേശം കാണാവുന്ന പരുവത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞോട്ടെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മെല്ലെ ശാന്തമായി നീന്തി കരയിലേക്ക് കടന്നു. ഞാൻ വിചാരിച്ചു, അന്ന് ഏതെങ്കിലും ഇപ്പോൾ ന്യൂസിലെല്ലാം കാണുമ്പോൾ സ്രാവുകൾ മനുഷ്യനെ കടിച്ചു പറിച്ചെന്നൊക്കെ, കടിച്ചു തിന്നുന്നോ ഒക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. എത്രയെത്ര മരണങ്ങൾ എന്റെ കർത്താവ് വിടുവിച്ചു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ഞാൻ എൻ്റെ കർത്താവുമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ബന്ധത്തിലേക്ക്, ഇതെല്ലാം എന്നെ കൂടുതൽ കർത്താവുമായിട്ട് അടുപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പിന്നെയും എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഈ 2000 ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹ ജീവിതത്തിൽ അതുവരെയും എങ്ങനെയെങ്കിലൊക്കെ പോകാമായിരുന്നു. ജോലിയില്ല, ഇടയ്ക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ വിവാഹത്തോടു കൂടി ജീവിതം കയ്പ് നീറിന്റെ അങ്ങേയറ്റമായിരുന്നു. സ്തോത്രം. ഭാര്യയ്ക്ക് വേണ്ടുമെന്നുള്ള ശാരീരികമായിട്ടുള്ള സുഖമില്ല, പ്രയാസങ്ങളൊക്കെ. അങ്ങനെ ജീവിതം വളരെ കയ്പായിട്ട് പോയി. സ്തോത്രം. ഞങ്ങളെ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിട്ടു. ഭാര്യയുടെ വീട്ടുകാരാണെങ്കിലും എൻ്റെ വീട്ടുകാരും പറഞ്ഞു, നമുക്ക് ആ ബന്ധം ഒഴിയാം, നമുക്ക് ആ ബന്ധം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കർത്താവുമായിട്ട് ഏറ്റവും അടുക്കുന്നത് കൊണ്ട്, ഈ ദൈവവചനം മാത്രമാ രാത്രിയും പകലും, ഈ വചനം മാത്രമാണ് എൻ്റെ ആഹാരമായതുകൊണ്ട്, അത് മാത്രം എൻ്റെ സന്തോഷമായതുകൊണ്ട് കുടുംബ ജീവിതത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ 2002 വിവാഹം കഴിഞ്ഞു. 2002 മാർച്ച് മാസം ആകുമ്പോൾ എനിക്ക് ശക്തമായ ദൈവത്തിന്റെ വേല ചെയ്യണം, മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് ഈ സ്നേഹം ഞാൻ അറിഞ്ഞ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച, ഈ സമാധാനം തരുന്ന ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ റവറന്റ് ഫിലിപ്പ് സാർ, ഈ നമ്മുടെ ബദേൽ കോളേജിലെ, പുല്ലൂർ ബദേൽ ബൈബിൾ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ഫിലിപ്പ് സാറ് പിന്നെ അബുദാബിയിൽ ഒരു ചർച്ചയ്ക്ക് വരാനിടയിൽ തീർന്നു. എൻ്റെ പാസ്റ്റർ ബാബു പാസ്റ്റർ എന്നെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലിയൊക്കെ രാജിവെച്ച് ഞാൻ അവിടത്തേക്ക് തിരിക്കുക, നമ്മുടെ ഇവിടത്തേക്ക് വരിക. അപ്പൊ എന്റെ ഡോക്ടർ പറഞ്ഞു, ജോർജ്, ഞാൻ നിനക്ക് ഒരിക്കലും ക്യാൻസൽ ചെയ്തില്ല, കാരണം ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സുവിശേഷം പറയുന്ന, അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ നിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തില്ല എന്ന്. അപ്പൊ ഞാൻ, ഡോക്ടർ, എനിക്ക് ജോലി ചെയ്തേ പറ്റൂ, കർത്താവിന്റെ പേര് ചെയ്തേ പറ്റൂ. എന്റെ ഭാര്യ നേഴ്സാണ്, ഭാര്യനെയും കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞപ്പോ, ഡോക്ടർ, നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, നിർബന്ധം എനിക്ക് വന്നിട്ടുണ്ട്, അവിടെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കണ്ണുനീരോടുകൂടി അദ്ദേഹം ഭാര്യ എന്നെ അവിടെ യാത്രയാക്കി.
ഞാൻ ഞാൻ പിന്നീട് ബഥേൽ ബൈബിൾ കോളേജ് ഞാൻ പഠിച്ചു. 2002 മുതൽ BTH അവിടെ പഠനം തുടങ്ങി. 2005 എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ബദിയെടുക്കാം കാസർഗോഡ് എന്ന ആ സ്ഥലത്തേക്ക് ഞാൻ വന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞുകൊണ്ടോട്ടെ, സഹോദരം, വെറും 11 ദിവസം മാത്രമേ ഞാൻ അവിടെ വേല ചെയ്തുള്ളൂ. അപ്പോഴത്തേനും അവിടെയുള്ള സുവിശേഷ വിരോധികളൊക്കെ കൂടി വളരെ മൃഗീയമായി രാവിലെ 11:30 മണിക്ക് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കിടന്നു പോകുമ്പോൾ 11:30 മണിക്ക്, പിന്നെ ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ 7:30 മണിക്ക് 2 പ്രാവശ്യം വല്ലാത്ത, നിങ്ങൾ മരണപ്പെടുന്ന രീതി ഞങ്ങളെ അടിച്ചു ഉപദ്രവിക്കാനിടയിൽ തീർന്നു. സ്തോത്രം. ബഥേൽ ബൈബിൾ കോളേജിൽ നിന്ന് ഞങ്ങൾ അവിടത്തേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള ഉപദ്രവമുണ്ട്. അപ്പൊ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടുന്ന് ക്യാൻസലാക്കി, അവിടുന്ന് ആ റൂം വിട്ട് മടങ്ങി വരാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. മുറിയൊക്കെ അടച്ച് ഞങ്ങൾ 4-5 പേരുണ്ട്. സ്തോത്രം. അവിടെ സഭാപ്രവർത്തനമായിട്ടാണ് അവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. 4-5 പേരുണ്ട്. രാത്രി 12 മണിയാകുമ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുകയാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, സഹോദരങ്ങളെ, നമുക്ക് മരിക്കാം. ഇല്ല, ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിഷ്യന്മാരോട് പറയാ, നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ പോലെ അതേ വാക്ക് എനിക്ക് പറഞ്ഞു, നമുക്ക് മരിക്കാം. അവരടിച്ച് നമ്മളെ എന്ത് വേണം ചെയ്യട്ടെ, നമ്മുടെ ശരീരം കർത്താവിന് കൊടുക്കും. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് നമ്മുടെ കാസർഗോഡ് AG ചർച്ചിലെ പാസ്റ്റർ പീറ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ, അദ്ദേഹം അവിടെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട്, അവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുമായിട്ട് വന്ന് വലിയ വണ്ടിയായിട്ട് വന്ന് ഞങ്ങളെ ആ സമയത്ത് തന്നെ അവിടുന്ന് കയറ്റിക്കൊണ്ട് പോവുകയാണ്. പിറ്റേന്ന് രാവിലെയും അവരെന്നെ ഞങ്ങളെ അടിക്കാൻ വേണ്ടി വന്നു. അവരെന്നെ ഞങ്ങളെ അവിടെ തകർത്ത് നശിപ്പിച്ച് കളയണം. കാരണം അത് അങ്ങനെയാണ്, അവരുടെ വീര്യം അങ്ങനെയാണ്. രാവിലെ പിന്നെ അടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ആരുമില്ല, പൂട്ടിപ്പോയി. പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് കേസൊക്കെ കൊടുത്ത് മതമാറ്റക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസെല്ലാം കൊടുത്ത്, അതുപോലെ പേപ്പറിലൊക്കെ ഞങ്ങളെ കുറിച്ച് പരസ്യം, ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാല് പിന്നെ പിടിക്കണം, പോലീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ 3-4 ദിവസം അടി കൊണ്ട് കണ്ണൊക്കെ കലങ്ങി, ദേഹമൊക്കെ പാടുകൾ മാത്രമാണ്. ആ പാസ്റ്ററും ഭാര്യയും കൂടെ വളരെ ശുശ്രൂഷിച്ച് 3-4 ദിവസം അങ്ങനെ കിടന്നു. ശേഷമാണ് ഞാൻ ഇവിടുത്തെ പ്രവർത്തനം മതിയാക്കിയിട്ട് കാലിച്ചാനെടുക്കണം, നീലേശ്വരം കാലിച്ചാനെടുക്കുന്ന ദേശത്തേക്ക് പോയി. അവിടെ 2 വർഷം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. സ്തോത്രം. അവിടെയുമുള്ള അനുഭവങ്ങൾ, പ്രിയപ്പെട്ടവർ, എനിക്ക് പറയാൻ വളരെ പരിമിതികളുണ്ട്. വളരെയേറെ കഷ്ടതയിൽ കൂടെ ജീവിക്കേണ്ടി വന്നു. സ്തോത്രം. ഭാര്യയ്ക്കണമല്ല, സുഖമില്ലാത്തൊരവസ്ഥ, കുഞ്ഞുങ്ങൾ ചെറുത്, വളരെയേറെ അവിടുത്തെയും പ്രയാസങ്ങൾ. അങ്ങനെ നിർബന്ധം എന്റെ മേൽ വന്നു. ഞാൻ വീണ്ടും ഇവിടത്തേക്ക് വരണമെന്നുള്ള ദൈവാത്മാവിന്റെ ഒരു നിയമം വന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന് കർത്താവിന്റെ വേലയിൽ പിന്നെയും 2007 മുതൽ കർത്താവിന്റെ വേലയിൽ വീണ്ടും 2007 നവംബർ 2008 ആ സമയങ്ങളിൽ ഞാൻ കർത്താവിന്റെ വേല ശക്തമായി ഇവിടെ ചെയ്തു വന്നു. 2014 ആകുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ വീട്ടിൽ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഈ പാർക്കുന്ന വീട്ടിൽ സുവിശേഷ വിരോധികൾ കടന്നു വന്ന് എന്റെ മരിക്കാറായി കിടക്കുന്ന എന്റെ മാതാവ്, എന്റെ പിതാവ് 2008 എന്റെ പിതാവ് മരിച്ചത്. എന്റെ മാതാവ് 2014 മരിച്ചു. എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ മാതാവും പിതാവും മരണത്തോളം എന്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും എന്റെ പിതാവ് മരിക്കുന്നത് ജസ്റ്റ് ഞങ്ങള് അവിടുന്ന് തൊട്ട് 1-2 ദിവസം മാത്രം ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി, അപ്പോഴാണ് എന്റെ പിതാവ് മരിക്കുന്നത്. എന്നാൽ എന്റെ പിതാവിന്റെ കൂടെ അവർ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവർ വിശ്വാസപ്പെടണം, അവർ സ്നാനപ്പെടണം, അവര് കർത്താവിനെ കണ്ടെത്തണം, നിത്യജീവൻ പ്രാപിക്കണം എന്റെ വലിയ ആഗ്രഹമായി. എന്റെ മാതാവും അതെ. അവസാനം എന്റെ മാതാവിന് ബോധമില്ലാതെ പലവിധ ഗുളിക കഴിക്കുന്ന ആളായിരുന്നു. ബോധമില്ലാതെ മക്കൾ ആരാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു എന്റെ മാതാവ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തി അതിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഇവിടെ കടന്നു വരികയും ജനലുകൾക്ക് അടിച്ചു പൊളിക്കുകയും, ഇവിടെയുള്ള രാത്രി വന്ന് വീട് മുഴുവൻ പുറമൊക്കെ കരിയോല് കൊണ്ട് അടിച്ച് വളരെ വികൃതമാക്കി. ഞങ്ങൾ ഇവിടെ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാ, പ്രിയപ്പെട്ടവരാ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലവരാ. അവര് സുവിശേഷ വിരോധികളാണെങ്കിലും വളരെ നല്ലവരാ. പക്ഷേ സുവിശേഷം അറിയുന്ന സമയത്ത് അവർ വ്യത്യസ്തരായിട്ട് മാറും. വളരെ സ്നേഹിതന്മാരാ. ഞാനിവിടെ കിണറ്റിൽ വീണെന്ന് പറഞ്ഞല്ലോ. കിണറ്റിൽ വീണ സമയത്ത് അവരൊക്കെ വന്നാണ് എന്നെ കിണറ്റിൽ നിന്ന് പിന്നെ പിന്നെ ഈ കസേര താഴോട്ട് ഇറക്കി എന്നെ കയറ്റി വിട്ടത്. ഇവിടുത്തെ നാട്ടുകാരാ, ഇവിടുത്തെ മെയിൻ ആൾക്കാരാ, എന്റെ സ്നേഹിതരാണ്. ഇപ്പോഴും അത് തന്നെ. പക്ഷെ സുവിശേഷ സംബന്ധമാകുമ്പോൾ അവർ നമ്മളെ ശത്രുവായിട്ട് കാണുന്നുള്ളൂ. എല്ലാവരും നല്ലവരാണ്. സ്തോത്ര. ആ മാതാവ് ഇങ്ങനെ മരണാവസ്ഥയിൽ കിടക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്.
അവർ ഈ വീട്ടിൽ വന്ന് എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. വളരെ മാരകമായി അടിച്ച് മുറിവേൽപ്പിച്ചു. അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്, ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്, അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ടോണം, ഇല്ലെങ്കിൽ അടിച്ച് തകർത്ത് നിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ, ഇനി വീട്ടിൽ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ അടിക്കാനും ഉപദ്രവിക്കാനും വേറൊരു ടീം വരുന്നു. ഇതിങ്ങനെ ഒരു ടീം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേർക്ക്, അടുത്ത ടീം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, ഇങ്ങനെ ഇവരിങ്ങനെ കൈമാറി ഇങ്ങനെ പന്ത് തട്ടി കളിക്കുന്ന പോലെ ഇരുന്നത്. ഇത്രയും പൈശാചികത നിറഞ്ഞു നിൽക്കുന്നതായ ഒരു അവസ്ഥയാണ്. സ്തോത്രം. ഞാന് എന്റെ വലിയേട്ടനോട് വിളിച്ചു പറഞ്ഞു. വലിയേട്ടൻ വിശ്വാസത്തിലില്ല. ബോസ് കോശി പണിക്കർ, ജോൺ പണിക്കർ ആരും വിശ്വാസത്തിലില്ല. ഞാൻ പറഞ്ഞു, "മിസ്റ്റർ, എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിട്." ചേട്ടൻ അവിടുന്ന് ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ ബിജുവിന്റെ വണ്ടി വിട്ടു. അമ്മേനെ വണ്ടിക്കകത്ത് കയറ്റി അമ്മേനെ കൊണ്ടുപോയി പിള്ളേരെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാനും വൈഫും ബൈക്കിൽ പോവാ. അന്ന് രാത്രി ഇവിടെ അവര് വന്ന് മൊത്തം വളരെ വൃത്തികേടുകൾ എഴുതി വെച്ചു. എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടുന്ന് ഓടിച്ചു കളയും, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിന്റെ മക്കളെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണിയൊക്കെയാണ്. പിന്നെ വന്ന് 2 മാസക്കാലം നിരന്തരമായ കല്ലേറായിരുന്നു. രാവിലെ 8 മണിക്ക് അവർ കല്ലെറിയാൻ തുടങ്ങും. അപ്പൊ പുറത്തൊക്കെ നോക്കുമ്പോൾ കല്ലറ നിർത്ത് അവർ ഒളിച്ചിട്ട് എവിടെയും വിളിച്ചിരിക്കും. വീണ്ടും കല്ലെറി. ഞങ്ങൾ പേടിച്ചിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയിലേക്ക് പോയിരിക്കും. കല്ല് ജനലൊക്കെ പൊളിച്ച് വളരെ ഇതായിട്ട് രാത്രി ഒരു 5-5:30 വരെ കല്ലേറ. ഉറക്കമില്ല. 2 മാസത്തോളം ഞങ്ങൾ കഷ്ടം. എന്ത് ചെയ്യും? അവരോട് പറയും. ആ ഒരു അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നത്. ഇപ്പം അതേ സ്ഥാനത്താണ് ഞങ്ങൾ ഇപ്പൊ. 17 വർഷം കഴിഞ്ഞു. 18-ാമത്തെ വർഷമാണ് ദൈവം ജയോത്സവമായി നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പ്രൈസിലോ പിന്നെയും ഒരുപാട് ഉപദ്രവങ്ങൾ പലയിടങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കണ്ടമാന ഉപദ്രവങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അനുഭവിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന തിന്മയും എന്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന തിന്മയുടെ പിന്നിൽ തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും ശ്രമിക്കുന്ന പിശാചിന്റെ പോരുകളാണെന്ന് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുക. എന്റെ കുടുംബ ജീവിതത്തിൽ പോരാടുന്നത് പിശാചിന്റെ ശക്തികളാണ്. രോഗങ്ങളായും കഷ്ടങ്ങളായും പറയുന്നതിന് വളരെ എനിക്ക് എല്ലാം പറയാൻ കഴിയില്ല. വളരെയേറെ മരണകരമായ കാര്യം. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. രോഗം വന്ന് തീർന്നു എന്ന് പറയുന്നതായ സംഭവങ്ങൾ. സ്തോത്രം. എല്ലാവരുടെ മുമ്പിലും എന്തുവാ, ഒരു മതം മാറ്റക്കാരനാണ്, നിന്റെ പിതാവ് ഒരു മതം മാറ്റക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ സ്വസ്ഥതയില്ല. നാട്ടുകാർ എവിടെയും ഞങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ. പക്ഷെ അവിടെയാണ് ഇന്നും ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതം ആ രീതിയിൽ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പിന്നീട് ഇപ്പോൾ ഞാൻ AG ചർച്ചിൽ ഇങ്ങനെ ശുശ്രൂഷകനായിരിക്കുന്നു. സ്തോത്രം. ഇവിടെയും നമുക്ക് വളരെ ഏറെ പ്രതികൂലങ്ങളുണ്ട്. നമുക്ക് എല്ലാ വീടുകളിലും പോയി കയറി ഇറങ്ങി കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് അവസരങ്ങളില്ല. എവിടെയെങ്കിലൊക്കെ ദൂരെ പോയിട്ട് പിന്നെ വ്യക്തിപരമായിട്ടൊക്കെയാണ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലും കർത്താവിന്റെ വേല എങ്ങനെയും ഇവിടെ തികച്ചെടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. ദൈവം ഏൽപ്പിച്ച വേല ഹല്ലേലൂയ എനിക്ക് ചെയ്തെടുക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. ഒരുപാട് അനുഭവങ്ങൾ, സ്തോത്രം, എനിക്ക് ഹല്ലേലൂയ അത് വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്തതായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഇത്രത്തോളം ജയോത്സവമായി ദൈവനെ നടത്തി, സ്തോത്രം, ഇനിയും അന്ത്യത്തോളം നടത്തുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണെന്ന് ഞാൻ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൽ വരുന്ന എല്ലാ തിക്തമായ അനുഭവങ്ങളും നന്മയ്ക്കാണ്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല, എല്ലാം നന്മയ്ക്കാണ് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒരുപാട് രോഗങ്ങള്, അത് ഒറ്റപ്പെടലുകള് സഹോദരങ്ങളുടെ ഇടയില്, അതുപോലെ സ്തോത്രം ഈ കാസർഗോഡ് എന്ന ദേശം വളരെയേറെ ആർക്കും നിൽക്കാൻ കഴിയാതെ വണ്ണമുള്ളതായ പ്രതികൂലങ്ങളാണ്. ഇവിടെ നിന്നു പോകുന്നവർ വളരെയേറെ വില കൊടുക്കേണ്ടവരാണ്. കാരണം നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്കാളും ഒരു പടി കഷ്ടം കൂടുതലാണെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതിനേക്കാളും ജനം വളരെ ക്രൂവലായിട്ടാണ് പലപ്പോഴും ഇടപെടുന്നത് സുവിശേഷ നിമിത്തം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരുടെ എങ്ങനെയും കർത്താവിനെ ഉയർത്തി ദൈവത്തിന്റെ നാമം മറ്റുള്ളവർ അറിയണമെന്നുള്ള മാത്രമാണ് എന്റെ ആഗ്രഹങ്ങള്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സാക്ഷ്യങ്ങളായിട്ട് പറയുവാൻ സ്വർഗത്തിലെ ദൈവം
എന്നെ ദൈവം സഹായിച്ചല്ലോ. അതുപോലെ അരോമ ടി വിയിലുള്ളതായ എല്ലാ പ്രേക്ഷകർ, കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്റെ നന്ദിയെ, സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു കർത്താൻദാസൻ പാസ്റ്റർ ജോർജ് പണിക്കർ. അനുഗ്രഹീതമായ, സംഭവബഹുലമായ, അസാധാരണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ സാഹസപരമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും ജീവിതത്തിൽ അവസരങ്ങളെ കണ്ടെത്തുന്നു. അത് മുഖാന്തരം അനേകർക്ക് കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, വചനം പറഞ്ഞു കൊടുക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ആശ്വാസം അനുഭവിപ്പാനൊക്കെ ഇടയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. നിശ്ചയമായിട്ടും ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആക്കി വച്ചിരിക്കുന്ന ദേശത്തെ കർത്താവിന് വേണ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് തലമുറകളായി ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ, ആ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ, യേശുവിനെ അറിയുവാൻ ദൈവദാസനെയും കുടുംബത്തെയും അവിടെയുള്ള സഹപ്രവർത്തകരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ പിന്മാറിപ്പോകുവാനല്ല, പകരം കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അവസാന ശ്വാസത്തോളം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്ന ഈ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് മറ്റൊരാൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പ്രിയ ദൈവദാസന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വടക്കേ ഇന്ത്യയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമേറിയതായ ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ ദൈവദാസൻ ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞല്ലോ. ആ ദേശത്ത് ശക്തമായി ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോർജ് പാർസാരോ മാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം. സ്നേഹവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അരോമ ടി വിയിലെ ദൈവമേ, പ്രിയ സാറ്, ദൈവമേ, മാന്യ ശ്രോതാക്കൾ, ഈ ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങൾ, ദൈവമക്കൾ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊക്കെ നന്മയ്ക്കാം. തിന്മയായിട്ട് കർത്താവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അനവധി കഷ്ടങ്ങൾ, വേദനകൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ ദൈവമേ, അങ്ങ് ഞങ്ങളെ വീണ്ടും ഞങ്ങൾ വിടിവിക്കുകയില്ലയോ എന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ കഷ്ടത്തിലായത് എനിക്ക് നല്ലതായി, നിന്റെ പ്രമാണങ്ങൾ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കത് ഗുണകരമായി എന്ന് സംഗീതമായി പറയുന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും യാതനകളും എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ കർത്താവിനോട് പറ്റി നിൽക്കുവാൻ ദൈവം ഇടയാക്കി തീർപ്പിനായിട്ട് സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ അരോമ ടി വിയിൽ ദൈവമേ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രിയ ഡാനിയൽ ജോൺ ദൈവദാസനെയും ദൈവരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഈ ചാനല് ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകർക്ക് ഈ സാക്ഷ്യങ്ങൾ, അങ്ങയുടെ ദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേട്ട് അനേകരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പിന്മാറി പോകാനല്ല, പിന്നെയും അടുത്തടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വേദനകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, നിരാശയാൽ ഭാരപ്പെടുന്നെങ്കിൽ, ഒരു നല്ല നാളെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എന്റെ ദൈവമേ, ഇന്ന് തന്നെ ഈ സമയം തന്നെ ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ആ ദൈവീക സമാധാനം, ലോകം കൊടുക്കുന്ന സമാധാനമല്ല, ആ സ്വർഗീയ സമാധാനം ഇപ്പോൾ തന്നെ അവിടുന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളായി ഭാരപ്പെടുന്നവർ, ക്ഷീണിച്ചിരിക്കുന്നവർ, ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവശക്തി പകരപ്പെടട്ടെ, ദൈവസ്ഥാനതയും ഇറങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞല്ലോ. ദൈവമേ, സംഘത്തിൻകാരും പറഞ്ഞതുപോലെ ഏത് തിന്മകളുടെ നടുവിലും പിന്മാറി പോകാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ ദൈവമേ ശ്രമിക്കുന്ന എല്ലാ പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്കിടനായി സ്തോത്രം. ദൈവം ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ.
ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് പണിക്കർ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോടതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യ വചന ചിന്തകളുമായി വീണ്ടും കൂടിക്കാണുമ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com